ഹായ് ഹലോ, ഇന്നും ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. കോഴിക്കോട് തെട്ടോളം പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ കമൻ്റ് ഇടും, നിനക്ക് വരയ്ക്കാനൊന്നുമില്ലേടി, എന്നും ഷോപ്പിംഗ് തന്നെയാണോ എന്ന്. വരയ്ക്കാനില്ല മക്കളെ, പീരീഡ്സിൻ്റെ സമയമാണ്, വരയ്ക്കാറില്ല. അപ്പം എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, അതിനൊരു കോസ്റ്റ്യൂം എടുക്കണം. അതേപോലെ മൈജിയിലൊന്ന് കയറിയിട്ട് ഒരു ഹെഡ്സെറ്റ് എടുക്കണം. ഇയർപേഡ് ഉണ്ടല്ലോ, എനിക്ക് നമ്മൾ ആപ്പിൾ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ പറയും തള്ളാന്ന്. ഐഫോൺ ആയതുകൊണ്ട് ഐഫോണിൻ്റെ താങ്ങുന്നത് തന്നെ വേണം. ഒരു 10,000 ഒക്കെ ആണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മേലോട്ട് ഞാൻ മേടിച്ച് എൻ്റെ കയ്യിലുള്ളത് 14,000 രൂപയുടെ ഒരു ഹെഡ്സെറ്റായിരുന്നു. 1 ഇയർ ആപ്പിൾ വാറൻറ്റി. 1 ഇയർ കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് കംപ്ലൈൻ്റായി. കൊണ്ടുപോയി സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അവർക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ലാന്ന്. എന്താല്ലേ പറയാം, ഒരു കൊല്ലത്തേക്കൊക്കെ 14,000 രൂപ ഹെഡ്സെറ്റൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് കൂടി പോയില്ലേ. അങ്ങനെല്ലാം കൂടി ഒന്ന് പോയി നോക്കട്ടെ എത്രയാണ് എമൗണ്ട് വരുന്നതെന്ന്. വലിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എടുക്കൂല, ചെറുതൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു ചുരിദാറും എടുക്കണം. ഈ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബസ്സിനാണ് പോണത്. കാറ് ഓട്ടിക്കാനുള്ള കപ്പാസിറ്റി കൂടി ഇല്ലാത്തതുകൊണ്ടാട്ടോ. കാറ് സർവീസിന് കൊടുക്കാനും സർവീസിന് കൊടുക്കണമെങ്കിലും കോഴിക്കോട് എന്നാ കൊടുക്കേണ്ടി. അരുണിനോട് ചോദിച്ചെന്നാൽ പിന്നെ എനിക്ക് വണ്ടി എടുത്തിട്ട് അങ്ങ് പോന്നാൽ പോരായിരുന്നു. വണ്ടി സർവീസിന് കൊടുത്താൽ ഇന്ന് കിട്ടൂല, നാളെ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച ഉണ്ടെന്ന് കൊടുക്കാം. ഇവൻ ശനി ഞായറും ലീവാണല്ലോ, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് തിങ്കളാഴ്ച കൊടുക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഷോപ്പിംഗ് വ്ലോഗൊക്കെ അവിടെ എത്തിയിട്ട് കാണാം, ഏതാ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ. ഇതിട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഗുരുവാരേക്ക് ശ്രീകൃഷ്ണ ജയന്തിക്ക് എടുത്ത കോസ്റ്റ്യൂം അതാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ്. നേരെ ബസ് പിടിക്കണം, ഉള്ളിയേരി ഇറങ്ങണം, ഉള്ളിയേരി നേരെ വേറെ ബസ് പിടിക്കണം, എന്നിട്ട് കോഴിക്കോട് ഇറങ്ങണം, മാവൂർ റോഡ് ഇറങ്ങണം, മാവൂർ റോഡിൽ നിന്ന് സാധനം വാങ്ങണം, എന്നിട്ട് പിന്നെ തിരിച്ച് നടക്കാവ് ഇറങ്ങണം, നടക്കാവുന്ന പിന്നെ സാധനം വാങ്ങിയിട്ട് വീണ്ടും ബസ് കയറണം. ഇങ്ങനെ ഇന്ന് ഫുള്ള് കറക്കവും തിരിക്കുകയായിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, നല്ല വെയിലാണ്, മെല്ലെ നടന്നാൽ ശരിയാവില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ബൈക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബസ് കയറി സീറ്റിലിതാ ഇരുന്നപ്പം ആശാനതയെ കണ്ടു. എന്തൊരൈശ്വര്യ, ഇനി എന്തൊരു സന്തോഷമായി എന്നറിയോ കണ്ടിട്ട്. ഈ ബസ് ഏതാന്നുള്ള പേരെനിക്ക് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ കയറുന്ന ബസ്സിലൊന്നും ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടപ്പം വളരെ സന്തോഷം തോന്നി. ഞാൻ വരയ്ക്കുന്ന ഫോട്ടോ ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയല്ലേ. അങ്ങനെ സംഗീതത്തിലെത്തി. കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. അതൊക്കെ ഒന്ന് ട്രയലിട്ട് നോക്കുക എന്ന് വിചാരിച്ച സമയത്ത് അവർ ചോദിച്ചു അവർക്ക് കുറച്ച് വീഡിയോസ് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന ഷോപ്പല്ലേ, പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് എന്താ പറയുക, ഉപദ്രവമുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ. അപ്പോൾ അവർക്കത് വരുന്ന കസ്റ്റമറെ എങ്ങനെയുണ്ടാവും ആ ഡ്രസ്സ് ഇട്ടാൽ എന്നുള്ള നമ്മൾ പരസ്യം കൊടുക്കൂലേ, അതേപോലെ തന്നെ. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് വീഡിയോസിൻ്റെ ഇതൊക്കെ ആട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കളക്ഷനാണ്, എടുത്തു വെച്ച് പറയേണ്ട പ്രൈസ് നല്ല അഫോർഡബിൾ പ്രൈസാട്ടോ. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇഷ്ടം പോലെ എടുക്കാമെന്നുള്ളത് തന്നെയാണ്. ഞാൻ ഇട്ട ഡ്രസ്സ് മുഴുവനോ എനിക്കിഷ്ടമായിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടി എടുക്കാൻ എനിക്ക്
പറ്റൂല കേട്ടോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പക്ഷേ എനിക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അത് അവർക്ക് ഈ പരസ്യം ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് കുറേ ഡിസ്കൗണ്ടൊക്കെ ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. അതിനെക്കാട്ടിലും എടുത്ത് വെച്ച് പറയണ്ടേ ഈ സ്റ്റാഫുകളെ കുറിച്ചാട്ടോ. ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫുകളാണ് അവിടെ. അപ്പം മെയിനായിട്ട് വന്ന കുറേ കളക്ഷൻസ് ഉണ്ട്, അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. അപ്പം അവർക്ക് എന്താ കാറ്റലോഗോ അങ്ങനെ എന്തോ ഇടാനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി. അതിന് എന്നെ തന്നെ സെലക്ട് ചെയ്തപ്പം അതിലേറെ സന്തോഷമായി. അപ്പോൾ ഇതെനിക്ക് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുക, അവർക്കുള്ള കാര്യവും നടക്കില്ല, എൻ്റെ കാര്യവും നടക്കില്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതേ ഇട്ട ഡ്രസ്സിനൊക്കെ 999 ഉള്ളൂ കേട്ടോ. അപ്പോൾ മിക്കതും അങ്ങനെയാണ്, റേഞ്ച് കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പല രീതിയിൽ പല ഭാവത്തിൽ പല രൂപത്തിൽ എന്ന് പറഞ്ഞത് പോണം നമ്മൾ പല രീതിയിലും വീഡിയോസൊക്കെ എടുത്തു ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കുറേയൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. ഇനിയുണ്ട് കുറേ ഉണ്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനൊന്നും ആവില്ല, ചില സമയത്ത് അങ്ങ് എഡിറ്റ് ചെയ്യാനായിരിക്കും. ഈ വീഡിയോ എടുത്തിട്ട് തന്നെ 2 ദിവസമായി, ഇതുവരെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്ക് തന്നെ എത്ര സമയം പിടിക്കും എന്നുള്ളത്. വീഡിയോ എടുക്കാൻ സുഖമാണ്, പക്ഷെ അത് എഡിറ്റ് ചെയ്തെല്ലാം കൂടി ആയി വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും അവരും ഹാപ്പി ആയിരുന്നു, ഞാനും ഹാപ്പി ആയിരുന്നു. അതൊക്കെ ഒന്ന് ട്രയലിട്ട് നോക്കി. പക്ഷേ ഇതിൽ ഏതൊക്കെയാണ് ഞാൻ എടുത്തത് എന്നുള്ളത് ഞാൻ ഇതിൽ പറയുന്നില്ല. 2 കൂട്ടം ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കമൻറ്റ് ഇടി ഏതൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പം ഏതാണ് എന്നുള്ളത് ഞാൻ ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം, അതല്ലേ പൊതുവെ പതിവ്. അപ്പോൾ അതിന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഇത് ലാസ്റ്റ് ആവുകളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ കാണാം. ഇതൊക്കെ എന്ന് വെച്ചാൽ റീലെടുത്താട്ടോ. എല്ലാം ഇങ്ങനെ നമ്മൾ നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുമ്പം ഭയങ്കര ബോറായിരിക്കുമല്ലോ. അപ്പോൾ 1-2 റീലും എടുത്ത് അവരെന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. എനിക്കുണ്ടോ ഇങ്ങ് ഡാൻസ് കളിക്കാൻ അറിയുന്നത്? എനിക്കറിയാൻ പോലെ ഞാൻ റീലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനലി ഏതൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഏതായാലും കളക്ഷനൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. സ്റ്റാറ്റസ് ഇടുന്ന കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് എവിടെ നിന്നാണ്, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഓൺലൈനിലൂടെ തുടങ്ങിക്കോളൂ കേട്ടോ, നിങ്ങൾക്ക് അതായിരിക്കും ബെറ്റർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മയത് ഇത് കാണിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ ഇതും കൂടി കാണിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് പങ്കുവെക്കാമെന്ന് കരുതി. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? ഇഷ്ടമായോ എല്ലാവർക്കും? ഗൈസ്, ഞാനിതേ സംഗീതിലാട്ടോ നിൽക്കുന്നത്. മാവൂർ റോഡ്. സംഗീത മാവൂർ റോഡല്ലേ കറക്റ്റ് സ്ഥലം പറഞ്ഞെടുത്ത്? ആൾക്ക് വരാനും ചെറിയൊരു മടി, ഭയങ്കര ജാടക്കാരിയാട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് വരുന്നതാണ് ഞാൻ എവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നത് എന്നുള്ളത്. സംഗീതം എന്നാണ് എടുക്കൽ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളി ഡ്രസ്സ് ഉണ്ട്. അതിനേക്കാട്ടിലും അപ്പുറം പൈസ കൊടുത്ത് കുറച്ച് കൊടുത്താലും വേണ്ടിയില്ല മക്കളെ. കസ്റ്റമർ സർവീസ് എവിടെയും ഏജാദ്യെന്നറിയോ, നിങ്ങൾക്ക് വേറെ എവിടെയും പോയാൽ കിട്ടില്ല. പല ഷോപ്പ് കയറിയിട്ടും എനിക്ക് മോശം അനുഭവമാണ്. ഞാനത് പല പ്രാവശ്യം സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇവിടുത്തെ സ്റ്റാഫുകൾ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ നോക്കുന്ന ആൾക്കാരാ. അത്രയ്ക്ക് എങ്ങനെ എന്താ പറയാ, വാരി വലിച്ചിരുന്നതിന് ഒന്നും പറയൂല കേട്ടോ. ഇനി പഠിക്കാണ്ട് പോയാലും പോലും മുഷിപ്പ് കാണിക്കൂല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. അപ്പോൾ ഇതാണ് സംഗീത. ഇതേ നമ്മളെ മുത്തുമണി എപ്പോഴും ഞാൻ തല്ലുവിടുന്നതാട്ടോ. അപ്പോൾ ഇവരൊക്കെയാണ് സംഗീതയിലെ സ്റ്റാഫുകൾ കേട്ടോ. അപ്പം എല്ലാവരും വരിക, അടിപൊളി കളക്ഷനാണ്. എൻ്റെ എല്ലാ റീലും കാണാറില്ലേ, മിക്ക ഡ്രസ്സും ഇവിടുന്ന് കേട്ടോ. അപ്പം ഓക്കെ, ടാറ്റ പറ. അങ്ങനെ ദേ മക്കളെ സംഗീതത്തിന് ഡ്രസ്സ് എടുത്തിറങ്ങി. ഡ്രസ്സ് ഏതാ എടുത്തതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ട്രയലിട്ട് നോക്കിയിട്ടുണ്ട്.
അപ്പോൾ ഡ്രസ്സ് ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്ക് നടക്കാവ് മൈജിയിലൊന്ന് പോകണം. അതൊന്ന് പോയിട്ട് അവിടെ നിന്ന് എന്താ മേടിക്കാനുള്ളതെന്നൊക്കെ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നല്ല വെയിലാണ്, വേഗം പോട്ടെ. മൈജിയിൽ വന്നത് ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് വരുന്നത് 17,900. എൻ്റെ ഉള്ളത് കംപ്ലൈൻ്റ് ആയിപ്പോയി. അങ്ങനെ ദേ ആഗ്രഹിച്ചൊരു സാധനം മേടിച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഭയങ്കര പാട്ടുകാരാണല്ലോ, കുഞ്ഞാലേ. അങ്ങനെ വീട്ടിലെത്തിയ പാടക്ക് പിള്ളേർ എൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ നവംബർ 1-ാം തീയതി കേരളപ്പിറവിൻ്റെ അന്ന് കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യണ്ടേന്ന് കരുതിയിട്ട് മകൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കുകയാണ്. അവൻ പോയാൽ പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരും ഇല്ലല്ലോ. അങ്ങനെ ധാവണിയൊക്കെ എടുത്ത് ഒരു പൊട്ടൊക്കെ കുത്തി ഞാൻ റീലെടുക്കാമെന്ന് കരുതി. സംഗീതത്തിൽ നിന്ന് തന്നെ നിങ്ങൾ കണ്ടല്ലോ, പലതിലും പൊട്ടൊക്കെ കുത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾ തന്നാട്ടോ. അവരവരുടെ പൊട്ട് ഊരി തന്നിട്ട് കുത്തിയിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മോൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റീലൊക്കെ എടുത്ത് വെക്കാമെന്നാൽ എനിക്ക് നവംബർ 1 കേരളപ്പിറവിൻ്റെ അന്ന് ഇടാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ വേഗം ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു. അങ്ങനെ ഇനി നമുക്ക് ഏതൊക്കെ ഡ്രസ്സാണ് മേടിച്ചതെന്നും എങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയതും എന്നൊക്കെ അറിയണ്ടേ. എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ബസ് കയറി അതേപോലെ തന്നെ ഒരു ഓട്ടോയിലും കയറിയിട്ട് നേരെ വീട്ടിൽ വന്ന് ഇറങ്ങിയതാണ്. അപ്പം ഡ്രസ്സ് ഏതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ പ്രൈസൊക്കെ എത്രയാണ് എന്നുള്ളതൊക്കെ അറിയാൻ ആകാംക്ഷ ഉണ്ടാവും. ചിലതിൻ്റെയൊക്കെ പ്രൈസ് പറയാൻ എന്നോടിപ്പോൾ വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ പലരും ഇങ്ങനെ മെസ്സേജ് ചെയ്ത് ചോദിക്കും, എത്രയാണ് പ്രൈസ് ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും എനിക്കത് വീഡിയോ ചെയ്തിട്ടതിൻ്റെ ഒരവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡ്രസ്സും ഒന്ന് കാണിച്ചു തരാം, അതിൻ്റെ പ്രൈസും ഒക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ സംഗീതത്തിന് ഏതൊക്കെ ഡ്രസ്സാണ് എടുത്തത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഞാനൊരു കല്യാണത്തിന് പോകാൻ നിൽക്കുക കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് എന്താ പറയുക ഇതിൽ വന്നത്. അപ്പോൾ എനിക്ക് ആ വീഡിയോ ചെയ്ത് വെച്ചത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഞാൻ സംഗീതത്തിന് എടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്തിട്ട് പോകാമെന്ന് കരുതി. ഞാൻ എടുത്തത് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ഗ്രീൻ ടോപ്പ് വരുന്ന ഒരു പട്ട് പാവാട. നെക്കിനൊക്കെ നല്ല വർക്ക് വരുന്ന ഒരു പട്ട് പാവാടയാണ് ഇത്. ഈ കളർ തന്നെ എനിക്ക് വേറെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. ഈ കളറാണ് സ്കേർട്ട് വരുന്നത്. ഇതാണ് ബ്ലൗസ് വരുന്നത്. റേറ്റ് വരുന്നത് 999 വരുന്നുള്ളൂ കേട്ടോ. അയ്യോ, അത് സിനിമാറ്റിക്കിലായിരുന്നു വീഡിയോ പോയത്, അതുകൊണ്ടാണ് 999 വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റെഡ് കളറ് ബ്ലൗസും ഗോൾഡൻ കളറ് സ്കേർട്ടുമായിട്ടുള്ളത്. പിന്നെ അടുത്തത് വമ്പൻ ഹിറ്റായ ഒരു സംഭവമാണ്. അത് നിങ്ങളൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീഡിയോ റീച്ച് പോയിട്ടില്ല, എന്നാലും ഞാൻ ഇതിലിട്ട വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യെസ്, അത് തന്നെ, ആ റെഡ് കളറ് പാർട്ടി വെയർ ആയിട്ടുള്ള
അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെ, റെഡ് കളർ പാർട്ടി വെയറാണ് ഇത്. ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത്. താഴെ നിറയെ അതെ അടിപൊളി വർക്കുണ്ട്. ആ സീക്വൻസ് വർക്കാട്ടോ ഉള്ളത്. എനിക്ക് കല്യാണത്തിന് വേണ്ട ഒരുപാട് ഡ്രസ്സുകൾ ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഒരിക്കൽ യൂസ് ചെയ്തൊരു ഡ്രസ്സ്, ഇതൊരിക്കൽ ഗുരുവായൂരേക്ക് ഇട്ട ഡ്രസ്സാട്ടോ. ആ ഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം ഇതൊക്കെ എനിക്ക് കണ്ണനെ കാണാൻ പോകാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ ഉപയോഗിച്ച ഡ്രസ്സ് തന്നെ ഉപയോഗിക്കുകയാണ്. ഇതൊക്കെ ഗുരുവായൂർ പോകുമ്പോഴാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണിത്. നല്ല സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്തതിലൊന്ന് ജസ്റ്റ് നോക്കിയാൽ കാണാം. ഇനി ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2490 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ചിലതിൻ്റെയൊക്കെ പ്രൈസ് പറയാൻ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ പലരും പ്രൈസ് എത്രയാണ് അത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊരു റെഡ് കളർ പ്ലെയിൻ കളറായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. ഇതാണ് ഇപ്പം ഞാൻ സഞ്ചിയിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഉള്ളതാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ മെല്ലെ കല്യാണത്തിന് പോട്ടെ. ഇനി കല്യാണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.